നമസ്കാരം. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് 14 വർഷം ജയിലിൽ കിടന്നയാളെ വെറുതെ വിട്ട് ഹൈക്കോടതി. വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം തടവ് ശിക്ഷ റദ്ദാക്കിയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കൊച്ചിയിൽ കുന്നേൽ പീടിക എന്ന സ്ഥലത്തെ റോയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൽ ഓണാഘോഷത്തിനിടയിൽ ചീട്ടുകളിക്കിടെ കുത്തേറ്റ് ഒരാൾ മരിച്ചെന്ന കേസിലെ പ്രതിയായ CG ബാബു എന്നയാൾ നൽകിയ അപ്പീലാണ് കേരള ഹൈക്കോടതി പരിഗണിച്ചത്. വിചാരണ കോടതി ജഡ്ജിക്ക് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അധികാരം ഏറ്റെടുക്കാനാവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വിചാരണ കോടതി ജഡ്ജി ചീഫ് എക്സാമിനേഷൻ നടത്തിയതിനാൽ കുറ്റാരോപിതന് ന്യായമായ വിചാരണ ലഭിച്ചില്ലെന്നും അതിനാൽ കുറ്റാരോപിതനെ വെറുതെ വിടുകയാണെന്നും ജസ്റ്റിസുമാരായ V. രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു. 2011 സെപ്റ്റംബറിൽ നടന്ന കൊലപാതകത്തിൽ 2019 ഒക്ടോബറിലാണ് വിചാരണ പൂർത്തിയായത്. ബാബുവിനെ കോടതി ജീവപര്യന്തം തടവിനാണ് ശിക്ഷിച്ചത്. തെളിവുകൾ ശരിയായ രീതിയിൽ പരിശോധിക്കാതെയാണ് ശിക്ഷ വിധിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി ബാബു ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. കേസിലെ മുഖ്യ സാക്ഷികളെ വിസ്തരിക്കാൻ ജഡ്ജി അനുവദിച്ചില്ലെന്നും ബാബു വാദിച്ചു. പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ലാത്തപ്പോൾ ജഡ്ജി തന്നെ സാക്ഷികളെ ചോദ്യം ചെയ്തെന്നും അദ്ദേഹം അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് വലിയ പ്രശ്നമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. സെഷൻസ് ജഡ്ജിയുടെ പ്രവൃത്തി നിയമവിരുദ്ധവും അനീതിയുമാണെന്നും കോടതിയുടെ നിരീക്ഷണമുണ്ടായി. വാദം തെളിയിക്കാൻ സാക്ഷികളെ വിസ്തരിക്കാൻ പ്രതിഭാഗത്തിനും വാദിഭാഗത്തിനും അവകാശമുണ്ട്. ഇവിടെ ജഡ്ജി പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലെ പ്രവർത്തിച്ചു. തെളിവു നിയമത്തിലെ 165 വകുപ്പ് പ്രകാരം ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ജഡ്ജിക്ക് അധികാരമുണ്ട്. എന്നാൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലെ പ്രവർത്തിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. കേസിന്റെ വിചാരണ കാലയളവിൽ 7 വർഷം കുറ്റാരോപിതന് ജയിലിന് പുറത്തിറങ്ങാൻ സാധിച്ചില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 2012 സെപ്റ്റംബറിൽ പ്രതിക്ക് ജാമ്യം ലഭിച്ചെങ്കിലും പുറത്തിറങ്ങാനായില്ലെന്നും കോടതി കണ്ടെത്തി. ഇക്കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചാണ് കോടതി 14 വർഷം ജയിലിൽ കിടന്നയാളെ വെറുതെ വിട്ടത്. കീഴ്ക്കോടതി വർഷങ്ങളോളം ജയിൽ ശിക്ഷ വിധിച്ച കേസുകളിൽ ചിലതൊക്കെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ വെറുതെ വിടാറുണ്ട്. അങ്ങനെ 2024 കൊലക്കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടന്നയാളെ 10 വർഷത്തിനു ശേഷം ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. കുണ്ടറ ആലീസ് വധക്കേസിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗിരീഷ് കുമാറിനെയായിരുന്നു ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത്. നിഷ്കളങ്കനെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു കോടതി വെറുതെ വിട്ടിരുന്നത്. പ്രോസിക്യൂഷന് യാതൊരു തെളിവുകളും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്നത്തെ കോടതിയുടെ വിധി. ഗിരീഷ് കുമാറിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, VM ശ്യാംകുമാർ എന്നിവരുടെ ബെഞ്ച് വിധിച്ചിരുന്നു. 2013 ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന കുണ്ട്ര മുളവന കോട്ടപ്പുറം AV സദനത്തിൽ വർഗീസിന്റെ ഭാര്യ 57 വയസ്സുള്ള ആലീസ് കൊല ചെയ്യപ്പെടുന്നത്. വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്തെന്നും കൊലപ്പെടുത്തിയ ആഭരണങ്ങൾ കവർന്നു എന്നുമായിരുന്നു കേസ്. തുടർന്ന് 2018 കൊല്ലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഗിരീഷ് കുമാറിന് വധശിക്ഷ വിധിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത് ഗിരീഷ് കുമാർ നൽകിയ ഹർജിയിലാണ് പ്രോസിക്യൂഷന് യാതൊരു തെളിവുകളും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഗിരീഷ് കുമാറിന് വധശിക്ഷ വിധിച്ച വിചാരണ കോടതി നടപടിയെയും ഹൈക്കോടതി വിമർശിച്ചിരുന്നു. പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ പോയിട്ട് ചുമത്തപ്പെട്ട ഏതെങ്കിലും കുറ്റം നിലനിൽക്കുന്ന തെളിവുകൾ പോലും വിചാരണ കോടതിയിലെ ജഡ്ജിക്ക് മുൻപിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത്. വധശിക്ഷ വിധിക്കുന്നതിന് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് പറയാൻ എന്താണുള്ളത് എന്നുപോലും വിചാരണ കോടതിയിൽ നിന്ന് ചോദ്യമുണ്ടായില്ല എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു.